ഹലോ ഗുട്ടൻ ടാഗ് വെൽക്കം ഓഫ് മൈനം ഖനാൽ വെൽക്കം ടു മൈ ചാനൽ ഈസി ജർമ്മൻ ഇൻ മലയാളം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 3 അതായത് പെർഫെക്റ്റ് ഫോമിൻ്റെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാർട്ട് 1ലും പാർട്ട് 2ലും അതിൻ്റെ ഇൻട്രൊഡക്ഷനും മറ്റ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കി. ഇന്ന് അതിൻ്റെ കുറേ എക്സാമ്പിളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 2 വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് കാണുക, എന്നാലേ മനസ്സിലാവുള്ളൂ. ആദ്യത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഷ് മഹ ദി ഹൗസ് ഓഫ് ഗാബൻ. ഐ ഡു ദി ഹോംവർക്ക്. ഞാൻ ഹോംവർക്ക് ചെയ്യുന്നു. ഇത് പ്രസൻറ്റ് ടെൻസിലുള്ള രീതി പറയുന്നത്, അതായത് ഞാൻ ഹോംവർക്ക് ചെയ്യുന്നു. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് മഹൻ, അതാണ് ഞാനിവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ ഹോംവർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പെർഫെക്റ്റ് ഫോം, അതായത് ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഡൺ ദി ഹോംവർക്ക്. അപ്പോൾ അത് എങ്ങനെയാണ് പറയുന്നത്? ഇഷ് സെക്കൻഡ് പൊസിഷനിൽ ഹാബൻ അല്ലെങ്കിൽ സൈൻ. ഇവിടെ നമ്മൾ പാർട്ട് 1ലും 2ലും ആയിട്ട് പറഞ്ഞു, ഈ വെർബിന് പൊസിഷൻ ചേഞ്ചോ അല്ലെങ്കിൽ സ്റ്റേറ്റിലുള്ള ചേഞ്ച്, അതായത് അതിൻ്റെ അവസ്ഥയിലുള്ളൊരു ചേഞ്ചോ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ കേസോ അല്ല ഈ വെർബ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഹാബനാണ് യൂസ് ചെയ്യുന്നത്. ഇഷ് ഹാബ ദി ഹൗസ് ഓഫ് ഗാബൻ ഗമാഹ്റ്റ്. മഹൻ എന്ന വെർബിൻ്റെ പെർഫെക്റ്റ് ഫോം എന്ന് പറയുന്നത് ഗമാഹ്റ്റ്. ഇപ്പോൾ ദു എന്നായിരുന്നെങ്കിലോ, ദു ഹാസ്റ്റ് ദി ഹൗസ് ഓഫ് ഗാബൻ ഗമാഹ്റ്റ്. CS തേർഡ് പേഴ്സൺ സിംഗുലാർ ആയിരുന്നെങ്കിൽ ഹാറ്റ് ദി ഹൗസ് ഓഫ് ഗാബൻ ഗമാഹ്റ്റ്, അങ്ങനെ വന്നേനെ. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ലീസ്റ്റ് ദസ് ബുക്ക്. അവൻ ബുക്ക് വായിക്കുന്നു. പ്രേസൻസ്, ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടില്ല. അവൻ ബുക്ക് വായിക്കുന്നു, അത് പ്രസൻറ്റ് ടെൻസ്. ലേസൺ എന്നുള്ള വെർബ് കോൺജുഗേറ്റ് ചെയ്ത് ലീസ്റ്റ്, തേർഡ് പേഴ്സൺ സിംഗുലാർ, ലീസ്റ്റ്. അപ്പോൾ ആ വെർബ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ലേസൺ. ഇനി അതിൻ്റെ പെർഫെക്റ്റ് ഫോം, അവൻ ബുക്ക് വായിച്ചിട്ടുണ്ട് എന്നെങ്ങനെയാണ് പറയുക? ഹാറ്റ് ദസ് ബുക്ക് ഗെലേസൺ. ലേസൻ്റെ പെർഫെക്റ്റ് ഫോം ഗെലേസൺ. ഇവിടെയും ഈ വെർബിനും പ്രത്യേകിച്ച് പൊസിഷൻ ചേഞ്ചോ സ്റ്റേറ്റിലുള്ള ചേഞ്ചോ അങ്ങനെയൊന്നും വരുന്നില്ല. സോ ഹാബനാണ് അവിടുത്തെ ഹെൽപ്പിംഗ് വെർബ്. ഇനി വിയർ സ്പീലൻ ഫോസ്ബാൾ. സ്പീലൻ മീൻസ് ടു പ്ലേ, കളിക്കുക. അപ്പോൾ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്നു. ഇനി കളിച്ചിട്ടുണ്ട്. അപ്പോൾ വി ഹാവ് പ്ലേഡ് ഫുട്ബോൾ. അതെങ്ങനെയാണ് പറയുക? വിയർ ഹാബൻ. ഈ വെർബിൻ്റെയും കാര്യം ഞാൻ ഇതിൻ്റെ പാർട്ട് 1ൽ പറഞ്ഞിട്ടുണ്ട്. സ്പീലൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മൂവ്മെൻ്റ് ഇല്ലേ, സൈൻ അല്ലേ അവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് വരുന്നതെന്ന് ചിന്തിക്കാം. അതുകൊണ്ട് ആ വീഡിയോ കാണുക. ഇവിടെ ഹാബനാണ് വരുന്നത്. വിയർ ഹാബൻ ഫോസ്ബാൾ ഗെഷ്പീൽഡ്. ഓക്കെ, സ്പീലിൻ്റെത് പെർഫെക്റ്റ് ഫോം ഗെഷ്പീൽഡ്. അടുത്ത ഒരു എക്സാമ്പിൾ, വോണ്ട് ഇൻ ഡൽഹി. അവൻ ഡൽഹിയിൽ താമസിക്കുന്നു. വോണൻ എന്നതാണ് വെർബ് ടു ലിവ്, താമസിക്കുക. ഇനി അവൻ താമസിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഹാറ്റ് ഇൻ ഡൽഹി ഗെവോണ്ട്. വോണിൻ്റെ പെർഫെക്റ്റ് ഫോം ഗെവോണ്ട്. ഇതും പൊസിഷൻ ചേഞ്ചോ സ്റ്റേറ്റിൽ അങ്ങനെ ചേഞ്ചോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഹാബനായിരിക്കും ഹെൽപ്പിംഗ് വെർബ്. ഇനി അടുത്തത് ഇഷ് ആർബൈറ്റർ ബൈ BMW. അതായത് ഞാൻ BMW ജോലി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇന്നൊരാളുടെ അറ്റ് സമ്മൺസ് പ്ലേസ്, അതായത് ഇപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ
ഗ്രാൻഡ്മയുടെ അടുത്താണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ്, അതുപോലെ തന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്നു, ഇപ്പോൾ ഞാനിപ്പം ആമസോണിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ബൈ ആണ്. ഇപ്പം ഇഷ് ആർബൈറ്റർ ബൈ ആമസോൺ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാമ്പിളൊക്കെ പറയുമ്പോൾ നമ്മൾ ബൈ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ BMW ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ BMW ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഇഷ് ഹാബ് ബൈ BMW gearbeitet. ആർബൈറ്റൻ്റെ പെർഫെക്റ്റ് ഫോം gearbeitet. ഫ്രണ്ടിൽ GE ചേർക്കുന്നതൊക്കെ ഞാൻ പാർട്ട് 1ലും 2ലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സി കൗഫ്റ്റ് ഡി ടാഷ ഐൻ, ഇത് എന്ത് തരം വെർബാണ്? ഇത് ട്രെൻബാറ വെർബാണ്. ഐൻ കൗഫൻ, ഞാൻ ആദ്യം ഐൻ എഴുതാൻ വിട്ടുപോയി, രണ്ടാമത് ചേർത്താണ് ഐൻ കൗഫൻ. ടു ഷോപ്പ്. ഓക്കെ, അപ്പോൾ അവൾ ഒരു ബാഗ് വാങ്ങിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സി ഹാറ്റ് ഡി ടാഷ ഐൻ gekauft. മിഡിലായിട്ടായിരിക്കും നമ്മൾ ജി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ട്രെൻബാറ വെർബ് വരുമ്പോൾ. ഓക്കെ, ഇവിടെയും പ്രത്യേകിച്ച് പൊസിഷൻ ചേഞ്ചോ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. സോ ഹാബനായിരിക്കും ഹെൽപ്പിംഗ് വെർബ്. ഇനി ഇയർ ബെസൂഹ്റ്റ് ഡി സ്റ്റാർട്ട്. ഇയർ എന്ന് പറയുന്നത് എന്താണ്? യു, അതായത് ഡൂവിൻ്റെ പ്ലൂറൽ ഫോമാണ്, അതായത് നിങ്ങൾ, ഒന്നിലധികം പേര്, ഇൻഫോർമൽ. ബെസൂഹൻ ടു വിസിറ്റ്. ഈ വെർബും അതുപോലെ ഈ സ്പീലിൻ്റെ പ്രത്യേകതയും ഞാൻ പാർട്ട് 1ൽ പറഞ്ഞിട്ടുണ്ട്. ബെസൂഹൻ ടു വിസിറ്റ് പക്ഷേ സൈൻ അല്ല, അവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് ഹാബനാണ്. അപ്പം ഇയർ ഹാബ്റ്റ് ദി സ്റ്റാർട്ട് ബെസൂഹ്റ്റ്. ഓക്കെ, ഇനി ഇഷ് ഗെയർ നഹ് ഡോയ്ച്ച്ലാൻഡ്. ഞാൻ ഡോയ്ച്ച്ലാൻഡിലേക്ക്, ജർമ്മനിയിലേക്ക് പോകുന്നു. ഇനി ഞാൻ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഗെയിം മീൻസ് ടു ഗോ, പോകുക, സ്ഥാനമാറ്റം, പൊസിഷൻ ചേഞ്ച് ഉണ്ടാക്കുന്ന വെർബാണ്. സോ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് സൈനാണ്. ഇഷ് ബിൻ നഹ് ഡോയ്ച്ച്ലാൻഡ് ഗെഗാങ്കൻ. ഗെയൻ എന്തായി? ഗെഗാങ്കനായി. ഞാൻ ജർമ്മനിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി എയർ ഫെയർട്ട് മിറ്റ് ദെം ഔട്ടോ. ഫാറൻ മീൻസ് ടു ഡ്രൈവ്, ടു ട്രാവൽ, അങ്ങനെയാണ് അർത്ഥം വരുന്നത്. അപ്പം ഹെൽപ്പിംഗ് വെർബ് സൈനാണ്. എയർ ഈസ്റ്റ് മിറ്റ് ദെം ഔട്ടോ ഗെഫാറൻ. അവൻ കാറിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഗെഫാറൻ, ഫാറൻ ഗെഫാറനായി. ഇനി വിയർ കൊമൻ നഹ് ഇന്ത്യൻ. ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു, വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ വിയർ സിന്ത് നഹ് ഇന്ത്യൻ ഗെക്കോമൻ. ഞങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ദസ് ബേബി ഷ്ലേഫ്റ്റ് ഐൻ. വെർബ് ട്രെൻബാറ വെർബാണ്. ഐൻഷ്ലാഫൻ. ഐൻഷ്ലാഫൻ എന്ന് പറയുന്നത് ടു ഫോൾ അസ്ലീപ്പ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഉറങ്ങുന്നു. അപ്പോൾ ആ കുട്ടി ഉറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ദസ് ബേബി ഈസ് ഐൻgeschlafen. ഇവിടെ മൂവ്മെൻ്റ് ആണോ ഉണ്ടാകുന്നത്? അല്ല, പകരം അതിൻ്റെ സ്റ്റേറ്റ്, അവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്, അല്ലേ? ഇനി സി ഫ്ലീറ്റ് നഹ് ഇന്ത്യൻ. അവൾ ഇന്ത്യയിലേക്ക് ഫ്ലൈ ചെയ്യുന്നു. അപ്പോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ സി ഈസ് നഹ് ഇന്ത്യൻ ഗെഫ്ലോഗൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് തനിയെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തനിയെ ചെയ്ത് നോക്കുക. ഇതിൽ കൂടുതലും അതിൻ്റെ സ്റ്റേറ്റ്, അവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഞാൻ കൂടുതലും ഇവിടെ എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ തന്നിരിക്കുന്നത്. ബ്രാക്കറ്റിൽ ഞാൻ അതിൻ്റെ പ്രസൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. വാക്സൻ മീൻസ് ടു ഗ്രോ, വളരുക. വേർഡൻ ടു ബിക്കം, ആയിത്തീരുക. സെർബ്രഹൻ മീൻസ് ടു ബ്രേക്ക്,
sterben, to die, മരിക്കുക, schreiben, to write, essen, to eat, rennen, to run, fotografieren, to photograph. അടുത്തൊരു വീഡിയോയിൽ സൈൻ മാത്രം ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വെർബിൻ്റെ ലിസ്റ്റ് വീഡിയോയ്ക്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൻ്റെ ആൻസറും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്